ജോയൽ 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ജനതകളുടെ മേൽ വിധി. ആ നാളുകളിൽ ഞാൻ യൂദയായുടെയും ജെറുസലേമിന്റെയും ഭാഗതയും നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഹോഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വച്ച് വധിക്കും. എന്തെന്നാൽ അവർ എൻ്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എൻ്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു. എൻ്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു. ഒരു വേശ്യയ്ക്കു വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയെയും അവർ വിറ്റു. ടൈർ, സിദോൻ, സകല ഫിലിസ്ത്യ പ്രദേശങ്ങളെ, നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം? എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും. എന്തെന്നാൽ നിങ്ങൾ എൻ്റെ വെള്ളിയും സ്വർണവും അനർഘനിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ യൂദയായിലെയും ജെറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ അകറ്റി യവനർക്ക് വിറ്റു. നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ അവരെ ഇളക്കി വിടുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂദയായുടെ സന്തതികൾക്ക് വിൽക്കും. യൂദാ സന്തതികൾ അവരെ വിദൂരത്തുള്ള സബയർക്ക് വിൽക്കും. കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു. ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ, യുദ്ധത്തിനൊരുങ്ങുവിൻ, ശക്തന്മാരെ ഉണർത്തുവിൻ. സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ. നിങ്ങളുടെ കൊഴുവാളയും വാക്കത്തി കുന്തമായും രൂപാന്തരപ്പെടുത്തുവിൻ. ഞാൻ യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ. ചുറ്റുമുള്ള സകല ജനതകളെ ഓടിവരുവിൻ, അവിടെ ഒരുമിച്ച് കൂടുവിൻ. കർത്താവേ, അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ. ജനതകൾ ഉണർന്ന് യഹോഷാഫാത്തിന്റെ താഴ്വരയിലേക്ക് വരട്ടെ. അവിടെ ചുറ്റുമുള്ള സകല ജനതകളെയും വധിക്കാൻ ഞാൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനാകും. അരിവാലെടുക്കുവിൻ, വിളവ് പാകമായിരിക്കുന്നു. ഇറങ്ങി ചവിട്ടുവിൻ, മുന്തിരിച്ചക്കു നിറഞ്ഞിരിക്കുന്നു, തോട്ടികൾ നിറഞ്ഞൊഴുകുന്നു. അവരുടെ ദുഷ്ടത അത്രയ്ക്ക് വലുതാണ്. വിധിയുടെ താഴ്വരയിൽ അതാ ജനസഞ്ചയം. വിധിയുടെ താഴ്വരയിൽ കർത്താവിന്റെ ദിനം അടുത്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു. നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചുവെക്കുന്നു. ഇസ്രായേലിന് അനുഗ്രഹം. കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു. ജെറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ്, ഇസ്രായേൽ ജനത്തിന് ശക്തിദുർഗം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനെന്ന് നിങ്ങൾ അറിയും. ജെറുസലേം വിശുദ്ധമായിരിക്കും. അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോകുകയില്ല. അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുരവീഞ്ഞ് ഇറ്റുവീഴും, കുന്നുകളിൽ നിന്ന് പാലൊഴുകും, യൂദായിലെ അരുവിയിൽ ജലം നിറയും. കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ട് ഷിത്തിം താഴ്വരയെ നനയ്ക്കും. യൂദയായിലെ ജനത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്ത് വെച്ച് നിഷ്കളങ്ക രക്തം ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ഈജിപ്റ്റ് ശൂന്യമാവുകയും ഏദോം നിർജ്ജന ഭൂമിയാവുകയും ചെയ്യും. എന്നാൽ യൂദയായും ജെറുസലേമും തലമുറകളോളം അധിവസിക്കപ്പെടും. അവരുടെ രക്തത്തിൽ ഞാൻ പ്രതികാരം ചെയ്യും. കുറ്റവാളികളെ ഞാൻ വെറുതെ വിടുകയില്ല. കർത്താവ് സിയോനിൽ വസിക്കുന്നു. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.